കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് ആലപ്പുഴയിലെ കർഷകർ. കാർഷിക വായ്പാ പരിധി ഉയർത്തിയത് നെൽകർഷകർക്കും പച്ചക്കറി കർഷകർക്കും ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. മധ്യവർഗത്തിൽപ്പെട്ട കർഷകരെ കൂടി പരിഗണിച്ചുള്ള ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നത്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ഉണർവ് തോന്നിക്കുന്നുണ്ട്. കാര്യം മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു ഗുണകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ളത് അറിയത്തുള്ളൂ. ഇപ്പം പ്രഖ്യാപനത്തിൽ വന്നേക്കുന്ന മധ്യവർഗത്തിന് നല്ലൊരു തോന്നുന്നു. കാര്യം ഇടത്തട്ടുകാർക്കാണ് ഇതുവരെ ഒന്നും കിട്ടാതെ കൊണ്ട് ബഡ്ജറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. കാർഷിക രംഗം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തിയത് ഗുണകരമാകുമെന്ന് തന്നെയാണ് കർഷകരുടെ വിശ്വാസം. കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഇപ്പം കർഷക മേഖല തികച്ചും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കിയപ്പോൾ അതിൽ നിന്ന് നിൽക്കുന്ന പ്രയോജനം കർഷകർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും അത് കർഷക മേഖലയെ പുത്തൻ ഒരു ഉണർവിലേക്ക് കൊണ്ടുവെക്കാനും അതുപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തിയുകൊണ്ട് നല്ല പ്രയോജനം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കർഷകർക്കുള്ള വായ്പാ പരിധി ഉയർത്തിയത് ചെറുകിട കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെങ്കിലും വായ്പ നൽകുന്നത് സംബന്ധിച്ച് RBI നയങ്ങൾ കുറച്ചുകൂടി ലഘൂകരിക്കണമെന്നും കർഷകർ പറയുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രൊരോഗറ്റീവാണ്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്കുള്ള വായ്പ സ്കീമായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തി എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷേ RBIയുടെ ചില ഗൈഡ് ലൈൻസ് കാരണം അതിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രയോജനം ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള വിശാല കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിലൊരു പുനർവിചിന്തനം ആവശ്യമാണ്. ആ ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇളവുകൾ വരുത്തണം. കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തിയത് തികച്ചും സ്വാഗതാർഹമാണ്. ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ കുട്ടനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വളരെയധികം ഞങ്ങൾ വളരെ പ്രതീക്ഷ വെച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ മുൻപുണ്ടായിരുന്ന സ്വാമിനാഥൻ പാക്കേജ് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിരുന്നു. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളത് കുട്ടനാടൻ കർഷകരുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതവരുടെ അത്യാവശ്യവുമാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് ഇല്ലാതെ ഈ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായ ഈ നാട്ടിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് ആ ബഡ്ജറ്റിനെ കണ്ടിരുന്നത്. അതിനകത്ത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. എങ്കിൽ പോലും ഈ വായ്പാ പരിധി ഉയർത്തിയത് സാധാരണക്കാരായ കർഷകർക്ക് പ്രയോജനപ്രദമായ തന്നെ കാര്യമാണ്. ജനം, ആലപ്പുഴ.